മറ്റു ദൈവങ്ങളിൽ നിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ വേറിട്ട് നിൽക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഭയഭക്തി ബഹുമാനങ്ങൾക്കപ്പുറം നമുക്ക് കൈയെത്തിപ്പിടിക്കാവുന്ന ദൂരത്ത് നമ്മുടെ ഒരു കുടുംബത്തിലെ അംഗത്തെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു രൂപമാണ് ശ്രീകൃഷ്ണൻ്റേത്. പ്രത്യേകിച്ച് ഭഗവാന്റെ ബാല്യകാലം അഥവാ ബാലലീലകൾ ഓരോ ഭക്തൻ്റെയും ഹൃദയത്തിൽ അത്രമേൽ ചേർന്ന് നിൽക്കുന്നതാണ്. ഭഗവാനെ ഒരു പരമാത്മാവായി കാണുന്നതിനേക്കാൾ നമ്മുടെ സ്വന്തം മകനോ പേരക്കുഞ്ഞൊക്കെ ആയിട്ട് വാത്സല്യം ചൊരിയാനാണ് മുതിർന്നവർക്ക് കൂടുതൽ ഇഷ്ടം. ചെറുപ്രായക്കാർക്ക് അവരുടെ സഹോദരനായിട്ടും കളിക്കൂട്ടുകാരനായൊക്കെ സങ്കല്പിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അതുപോലെ ആപൽഘട്ടത്തിൽ ഭഗവാൻ രക്ഷകനായി ഉണ്ടാകും എന്ന പൂർണ്ണ ബോധ്യവും ഉണ്ട്. യശോദാമ്മ അനുഭവിച്ച അതേ വാത്സല്യത്തോടെയാണ് ഇന്നും അമ്മമാർ ഉണ്ണിക്കണ്ണനെ പൂജിക്കുന്നത്. വെണ്ണ കണ്ട കണ്ണനും മണ്ണു തിന്ന വായയിൽ 14 ലോകവും കാണിച്ചു തന്ന ആ ബാലരൂപവും ഭക്തരിൽ ഭക്തിയേക്കാളേറെ വാത്സല്യമാണ് നിറയ്ക്കുന്നത്. ഹൃദയത്തിൽ നിന്നുള്ള ശുദ്ധമായ സ്നേഹം മാത്രം മതി. അല്പം തുളസിയിലയോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെണ്ണയോ അവലോ ഭക്തിയോടെ സമർപ്പിച്ചാൽ ഭഗവാൻ അത് സന്തുഷ്ടിയോടെ സ്വീകരിക്കുന്നു. തന്നിലേക്ക് അടുക്കാൻ ഭഗവാൻ യാതൊരു ദൂരവും ഭക്തർക്ക് മുന്നിൽ വയ്ക്കുന്നില്ല. മറ്റു ദൈവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭഗവാൻ കൃഷ്ണൻ ഭക്തരോടൊപ്പം ജീവിക്കുന്നു. കുചേലൻ്റെ ദാരിദ്ര്യം മാറ്റാൻ അവിടുന്ന് ഓടിയെത്തുന്നു. ദ്രൗപദിയുടെ മാനം കാക്കാൻ വസ്ത്രമായി മാറുന്നു. അർജുനൻ്റെ തേരാളിയായി വഴി നടത്തുന്നു. ഭക്തൻ ഒരു ചുവട് വയ്ക്കുമ്പോൾ ഭഗവാൻ 10 ചുവട് മുന്നോട്ട് വരുന്നു. അധികാരഭാവമില്ലാത്ത കേവലം സ്നേഹം മാത്രം മുൻനിർത്തിയുള്ള പരസ്പര ബന്ധമാണ് കൃഷ്ണനുമായിട്ടുള്ളത് ഭക്തൻ്റേത്. കാളിയമർദ്ദനവും ഗോവർദ്ധന ധാരണവും ഒക്കെ ഭഗവാന്റെ പരമാധികാരം കാണിക്കുമ്പോഴും ഗോപികമാരുടെ വസ്ത്രം ഒളിപ്പിച്ചതും രാസ്ലീല ആടിയതും ഭക്തരുമായുള്ള ആത്മബന്ധത്തിൻ്റെ ആഴം കൂട്ടുന്നു. ഭഗവാന്റെ ഓരോ കുസൃതിയും ഭക്തന് ആനന്ദമാണ് പകരുന്നത്. കൃഷ്ണഭക്തി എന്നാൽ വെറും ഒരു ആരാധനയല്ല, അത് ആഴമേറിയ പ്രണയമാണ്, വാത്സല്യമാണ്, സൗഹൃദമാണ്. നമ്മൾ ഭഗവാനിലേക്ക് എത്രത്തോളം സ്നേഹം നൽകുന്നുവോ അതിനേക്കാൾ 1000 മടങ്ങ് സ്നേഹം ഭഗവാൻ നമ്മിലേക്ക് തിരിച്ചു തരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ.